ഹായ്, ക്രിസ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുതിയൊരു ജ്യൂസാണ്. മാതള നാരങ്ങ പിന്നെ നെല്ലിക്ക വെച്ചിട്ട് ഒരു ജ്യൂസാണ്. നല്ല ഹെൽത്തിയാണ്, പിള്ളേർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഇൻഗ്രീഡിയൻസ്: മാതള നാരങ്ങ 1 കപ്പ്, 2 നെല്ലിക്ക, ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഇനി നമുക്ക് ഈ ബൗളിലെ മാതള നാരങ്ങ ഇടയ്ക്കിട, ഇനി നെല്ലിക്ക, ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഇനി നമുക്ക് ഇത് ജ്യൂസ് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ജ്യൂസ് അരിച്ചെടുക്കാം. ഇത് ജ്യൂസറിലാണ് അടിക്കണമെങ്കിൽ നമുക്ക് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ജ്യൂസർ ഉപയോഗിക്കാണ്ട് നമ്മൾ മിക്സിയിലാണ് അടിച്ചെടുത്തത്. ഐസ് പീസ് നമുക്കിനി ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം. ജ്യൂസ് അങ്ങനെ റെഡിയാണ്. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ജ്യൂസാണ്. ഹെൽത്തി ജ്യൂസാണ്. ഇത് 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കുടിച്ച് നല്ല വലിയ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ്. പിള്ളേർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും നല്ലൊരു ജ്യൂസാണ്. ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പാല് കൊണ്ട് ഒരു ഐസ്ക്രീം. കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കുക. അത് കഴിഞ്ഞ് പാല് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 2 മുട്ട, വാനില എസൻസ്. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. പാല് അടുപ്പിൽ വെക്കാം. പാല് തിളപ്പിക്കാനായിട്ട് നമുക്ക് സാവധാനം ഇളക്കി കൊടുക്കാം. പാല് പതുക്കെ ഇളക്കാൻ. അത് കഴിഞ്ഞ് ഇത് തിളക്കണ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി നമുക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 6 സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാല് റെഡിയാകാമെന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മുട്ട ഈ തിളച്ചിരിക്കുന്ന പാലിലേക്ക് സാവകാശം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് സാവകാശം ഇളക്കി എടുത്തിട്ട് ആറാൻ വെക്കാം. 1 സ്പൂൺ പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 1
ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് തണുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വാനില എസൻസ് ഒഴിച്ച് ആഡ് ചെയ്യാം. പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇനി നമുക്ക് തണുക്കാം. നമുക്ക് ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ വാനില ഐസ്ക്രീം റെഡി. ഇനി നമുക്ക് ഒരു സർവിംഗ് കപ്പിലേക്ക് മാറ്റാം. നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തിരി കൂടി സെറ്റായി കഴിഞ്ഞു. ഇനി ചോക്കോട്ട് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്തിരിയും കൂടി സെറ്റ് ആവാനുണ്ട്. പിള്ളേർക്ക് ഇത്തിരി തിരക്ക് കൂടിയത് കൊണ്ടിട്ട് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ലതാണ്. എളുപ്പം നടക്കണം. എളുപ്പം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്.